10th സ്റ്റാൻഡേർഡ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫി വെതർ ആൻഡ് ക്ലൈമറ്റ് ദിനാന്തരീക്ഷസ്ഥിതിയും കാലാവസ്ഥയും. അന്തരീക്ഷമർദ്ദം. മറ്റെല്ലാ വസ്തുക്കൾക്കും എന്ന പോലെ വായുവിനും ഭാരമുണ്ട്. അന്തരീക്ഷവായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: അന്തരീക്ഷ താപനില ടെമ്പറേച്ചർ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ആൾട്ടിറ്റ്യൂഡ്, അന്തരീക്ഷവായുവിലെ ജലാംശം ഹ്യൂമിഡിറ്റി. അന്തരീക്ഷവായു ചൂടുപിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞ് ഉയരുകയും ചെയ്യുന്നു. ഇപ്രകാരം മർദ്ദമേഖലകൾ രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ തണുത്ത് സങ്കോചിച്ച് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഉയരം കൂടുന്തോറും അന്തരീക്ഷവാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷമർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നത്. വായുവിലെ ജലാംശം അഥവാ ആർദ്രത കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രവായുവിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. ഇളം കാറ്റുകൾ മുതൽ വിനാശകാരികളായ കൊടും കാറ്റുകൾക്ക് വരെ കാരണമാകുന്നത് അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ്. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷമർദ്ദത്തെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ സമമർദ്ദ രേഖകൾ അഥവാ ഐസോബാസ് എന്ന് വിളിക്കുന്നു.